നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആനന്ദ് സാറിന്റെ അടുത്ത് ചോദിച്ച് അതിന്റെ ഉത്തരത്തിനെ വാങ്ങാം. നമസ്കാരം സർ. നമസ്കാരം. സർ, ഈ ഏഷ്യൻ പെയിന്റ് മാറ്ററിനെ കുറിച്ച് ഒരുപാട് ദിവസം കൊണ്ട് സാർ പറഞ്ഞുകൊണ്ടിരുന്നു. വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന്. ഈ സമയം കൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം മുകേഷ് അംബാനി, ഞാൻ അറിഞ്ഞ ഒരു 3-4 മാസമായിട്ട് സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏഷ്യൻ പെയിന്റ്സിന്റെ അടുത്ത്. പക്ഷെ ഇപ്പൊ മുകേഷ് അംബാനി 1.5 കോടിക്ക് വിറ്റിട്ടുണ്ട്. അതും ഭയങ്കര പ്രോഫിറ്റിലാണ് വിറ്റിരിക്കുന്നു. 500 കോടി രൂപ ഇട്ടിരിക്കുന്നു. 9,000 കോടി രൂപ പ്രോഫിറ്റ് എടുത്തിരിക്കുന്നു. 17 വർഷം അവർ പുറത്തിരുന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ആൻഡ് ഇന്നും അവർ എന്തുകൊണ്ട് വാങ്ങിയെന്ന് വെച്ചാൽ ഒരു 10 ക്രൂട്ടൺ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ആണ് ഇവരെ റാ മെറ്റീരിയൽ. സോ റാ മെറ്റീരിയലിന്റെ മുകളിലും കൺട്രോൾ ഇരിക്കണമെന്ന് അതാ വാങ്ങിയായിരുന്നു. പക്ഷെ അവർ ആരൊക്കെ SBI മ്യൂച്വൽ ഫണ്ട് വച്ചിരിക്കുന്നു, ആരൊക്കെ ICICI വച്ചിരിക്കുന്നു, അവരെ തലയിൽ തൊപ്പിയിട്ടുണ്ട് ഇവർ പോയായിരുന്നു. അങ്ങനെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിരിക്കുന്നു സർ? അവർ വാങ്ങിയിരിക്കുന്നു ഈ പ്രൈസിൽ. ഇവിടെ നിന്ന് ഒരു 20% 30% വിലയും. അപ്പൊ യാർക്ക് നഷ്ടം? എന്റെ NAV തന്നെ അത് വരും. ഓക്കെ സാർ, ഇതിലിരുന്ന് ഞാൻ മനസ്സിലാക്കുന്ന പോയിന്റ് അങ്ങനെന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുവെങ്കിൽ 17 വർഷം മുകേഷ് അംബാനിയെ വെയിറ്റ് ചെയ്തിരുന്നിരിക്കുന്നു. കോടീശ്വരൻ അയാളെ 17 വർഷം വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നു. ഇനി ഒരു കാര്യം, റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ്, നിങ്ങൾ അപ്പപ്പോ പറയുന്നത് ഡെയിലി പേപ്പറിൽ പറഞ്ഞ ന്യൂസിനൊക്കെ ശ്രദ്ധിച്ചോണ്ടേ വരണം. ഷെയർ വാങ്ങി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഇട്ട് വിടരുത്. ഇത് നമ്മൾ സൂക്ഷിക്കണം എന്നതാണ്. എന്താണ് ഇതിൽ മുകേഷ് അംബാനി ചെയ്തിരിക്കുന്നത് നോക്കാമോ സർ? കറക്റ്റായ ടൈമിൽ എക്സിറ്റ് ആയി. ഈ 2 സ്ട്രാറ്റജി എല്ലാവരും ഫോളോ ചെയ്ത ടാസ് ലിസ്റ്റ് എന്നത് താണ്ടി ബാസ് പൊടുത്താർ ഭൂമി ആഴ്വാരെന്ന്. സിമ്പിൾ സർ. ഓക്കെ സർ, മനസ്സിലായി സർ. എന്റെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റാ. മുകേഷ് അംബാനിയും നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുന്ന സമയത്തിൽ ഓക്കെ സർ, ഫൈൻ. ഇന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്, കർണാടക ബാങ്ക് വേഴ്സസ് കരൂർ വിസ്യ ബാങ്ക് ഇല്ലെങ്കിൽ തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക്, സാറിന്റെ ടോപ്പ് പ്രയോറിറ്റി എവിടെയാണ്? കർണാടക ബാങ്ക്. ഇന്ന് നിങ്ങൾ സാറിന്റെ ടോപ്പ് പ്രയോറിറ്റി അത് തന്നെ അല്ലേ സർ? റീസൺ സർ? ബുക്ക് വാല്യൂ ഇരുന്ന് ഡിസ്കൗണ്ടിൽ ഇരിക്കുന്നു. മെർക്കൻഡൈൽ ബാങ്കിൽ ഓണറിന്റെ പ്രോബ്ലം സോൾവ് ആകാൻ ഒരുപാട് ദിവസം എടുക്കും. ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. അത് രണ്ടാമത് കാര്യം. കരൂർ വിസ്യ ബാങ്ക് ടു കോസ്റ്റ്ലി. സർ, ഈ തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കിൽ പ്രോബ്ലം ഇരിക്കുന്നു എന്ന് IPO വന്നത് മുതൽ സാർ പറഞ്ഞായിരുന്നു. ഇത് എപ്പോൾ തന്നെ സർ തീരും? അറിമി കേസ് നടത്തി കോർട്ട് തീർപ്പ് പറഞ്ഞാൽ തന്നെ അത് തീരും. ഓക്കെ, അപ്പൊ അതൊരു സമയം എടുക്കുമല്ലേ സർ? അതെ, ഇറ്റ്സ് ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. നാളെയും വരാം, ഇല്ലെങ്കിൽ 10 കൊല്ലം കൂടെ ആവാം. സർ, ഇഫ് ഐ എം നോട്ട്, തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കിനെ കുറിച്ച് സർ ആദ്യം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ IPO ലിസ്റ്റ് ആയതിനു മുമ്പേ ആ ഷെയർ ഇരുന്നു എന്ന് എന്റെ അടുത്ത് ഇരിക്കുന്നു. മുമ്പേ ഇരുന്നു അല്ലേ സർ? IPO പറഞ്ഞ മുമ്പേ ഇരിക്കുന്നു. അതെങ്ങനെ സർ വാങ്ങിയായിരുന്നു? കുറച്ച് കൊല്ലത്തിന്റെ മുമ്പേ അച്ഛൻ ഒരാൾ കൊടുത്താണ് അത് വാങ്ങിയത്, ഞാൻ വാങ്ങിയതല്ല. അടയിൽ എങ്ങനെ സർ? ഇപ്പോ അൺലിസ്റ്റഡ് ഷെയർസ് ഓഫ് എനി കമ്പനി നിങ്ങൾ വാങ്ങാം. ഇറ്റ്സ് ബിറ്റ്വീൻ പാർട്ടി ടു പാർട്ടി ഡീൽ. ഞാൻ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്നു. ഇത് വന്നിട്ട് ഓപ്പൺ മാർക്കറ്റ്, അത് വന്നിട്ട് ക്ലോസ്ഡ് മാർക്കറ്റ് ആണ്. അതിൽ ആരെങ്കിലും വിൽക്കണം എന്ന് വിചാരിച്ച് ഇവിടെ ആരെങ്കിലും വാങ്ങാൻ റെഡി ആയിരിക്കുമെങ്കിൽ അതിനെ വാങ്ങാം. സർ, ഇപ്പൊ നിങ്ങളുടെ ഒരു കമ്പനി വച്ചിരിക്കുന്നത് ഞാൻ കൺസിഡർ ചെയ്യുന്നു. എൻ്റെ അടുത്ത് ഇന്ത്യ സിമെന്റ് വന്നിട്ട് 30-35 വർഷമായിട്ട് ഇരിക്കുന്നു. ഇന്ത്യ സിമെന്റ്സ് വച്ചിരിക്കുന്ന കാരണത്താൽ എനിക്ക് CSK കിട്ടി. ഈ CSK ഞാൻ അങ്ങനെ വച്ചിരിക്കുന്നു. ഈ CSK വിൽക്കണമെന്ന് വിചാരിച്ചാൽ മാർക്കറ്റിൽ ഞാൻ വിൽക്കാം. സർ, ഇപ്പോ ഞാൻ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ടി ചോദിക്കുന്നു. നിങ്ങൾ ഒരു കമ്പനി വെച്ചിരിക്കുന്നു, സ്റ്റാഹാദ ഒരു കമ്പനി വെച്ചിരിക്കുന്നു. ആ കമ്പനിയുടെ ഷെയർ എനിക്ക് വേണമെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ വിൽക്കണമെന്ന് പറയും. ഇത് നമ്മൾ ഗവനിക്കണം. അത് എങ്ങനെ സർ? പേപ്പറിൽ പഴയതുപോലെ തരുമോ? അതെ, എല്ലാമേ ഡീമെറ്റീരിയലൈസ്ഡ് ആണ്. ഇതേപോലെ അക്കൗണ്ടിൽ വരും അല്ലേ സർ? അതെ, ഇതേപോലെ അക്കൗണ്ടിൽ വരും. പക്ഷേ അത് എക്സ്ചേഞ്ച് മൂലം പോകത്തില്ല. ഞാൻ കൊടുക്കും, അയാൾ ട്രാൻസ്ഫർ ചെയ്യും. സാർ, അപ്പൊ ഞാൻ അതിന് വിൽക്കുന്ന സമയത്തിൽ, അതായത് നീ പോയി ബയ്യറിനെ തേടണം. ഇപ്പോൾ CSK എന്ന് പറഞ്ഞാൽ ബയ്യർ തേടേണ്ട, ഈസി ആയിട്ട് കിട്ടും. കാരണം ഏതെങ്കിലും കമ്പനി എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബയ്യർ തേടേണ്ടത് വരും. അത് എടുക്കും എന്റെ അക്കൗണ്ടിൽ വച്ചിരിക്കും. ഓക്കെ, അത് തന്നെ ലിസ്റ്റിൽ ഇരിക്കുന്ന ഒരു വലിയ പ്രശ്നം അല്ലേ സാർ? ഓക്കെ സാർ. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വിൽക്കുന്ന പോലെയാണ്. നിങ്ങൾ ഫ്ലാറ്റിനെ വിൽക്കണം എന്ന് വിചാരിച്ചാൽ വിൽക്കാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ വന്ന് വാങ്ങിയിട്ട് പോയാൽ തന്നെ ഉണ്ട്. അതുവരെയ്ക്കും നിങ്ങൾ ഓപ്പൺ ചെയ്ത് വീട്ടിനെ കാണിക്കാമെങ്കിൽ തന്നെ അതുപോലെ തന്നെ ഇതും. ഓക്കെ സാർ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് സാർ. ഞാൻ ഒരു NRI പാനലിൽ ഇൻട്രസ്റ്റ് കുറവായി കിട്ടുന്നു, അവിടെ ഞാൻ കടൻ വാങ്ങി ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാമോ? അതെ, ഇപ്പോൾ 160 രൂപ ഇരുന്നു yen to $1 160 ഇരുന്നു. ഇപ്പോൾ 144 ആയി. സീറോ തന്നെ, പക്ഷേ 25% നിങ്ങൾക്ക് ലോസ് ആയിരിക്കും. yen will become costlier. അടൻ വാങ്ങാൻ തീരുമാനിക്കുന്ന സമയത്ത് 160 ആകും. ഇന്ന് ഒരു വർഷത്തിൻ്റെ അകം 145 ആയി. 130 ആയെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈറ്റ് അവേ 20% ഔട്ടാണ്. അംബാനിയും അദാനിയും ഫേസ് ചെയ്യുന്ന അതേ പ്രോബ്ലം സർ? അതേ തന്നെ. എന്തെന്ന് വെച്ചാൽ ഈ ജാപ്പനീസ് yen വന്നിട്ട് ഇനി അപ്രീഷിയേറ്റ് ആകും.
ഞാൻ വന്നിട്ട് ഒരു ബഡ്ഡിംഗ് ഇൻവെസ്റ്റർ. ഈ സമയം കൊണ്ട് ഈ ഗോൾഡ് ബീസ്, ഫാർമ ബീസ്, നിഫ്റ്റി ബീസ് പോലത്തതിലാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ സ്റ്റോക്സിനെ കുറിച്ച് ബേസിക് ആയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാൽ എന്തൊക്കെ ബുക്സ് ആണ് സർ സജസ്റ്റ് ചെയ്യും? ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞായിരുന്നു, പീറ്റർ ലെൻസിന്റെ 3 പുസ്തകം പഠിക്കാം, എൻ്റെ പുസ്തകത്തിന് പഠിക്കാം. ഇത് 6ഉം പഠിച്ചതിന് ശേഷം ഇന്റലിജന്റ് ഇൻവെസ്റ്റർ പഠിക്കാം. അത്രയും മതി. ഓക്കെ സർ. BYD ഇന്ത്യരകത്ത് വരുന്നതും ഇൻഫാസ്റ്റ് ഇന്ത്യരകത്ത് വരുന്നതും ടാറ്റ മോട്ടോഴ്സിന് എത്രത്തോളം ബാധിക്കുമെന്ന് സർ വിചാരിക്കുന്നു? ബോസ്, ഇതൊക്കെ ഞാൻ നോക്കുന്നതില്ല. BYD ഡെഫിനറ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. വിൻഫാസ്റ്റ് അഫക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഇല്ല. BYD ഡെഫിനറ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. അത് വന്നിട്ട് പ്രഷർ വരാൻ നല്ല ചാൻസ് ഇരിക്കുന്നു. ടാറ്റ 100 വർഷമായിട്ട് ഇരിക്കുന്ന കമ്പനിയാണ്. ദേ വിൽ ഫൈൻഡ് എ വേ ടു ഹാൻഡിൽ ഇറ്റ്. ഇന്നൊരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട് സർ, മ്യൂച്വൽ ഫണ്ടിന് എപ്പോൾ സർ ഞങ്ങൾ ലിക്വിഡേറ്റ് ചെയ്യാനും? ആക്റ്റീവ് ഫണ്ട് തന്നെ 2 ഇട്ടിരിക്കണം സർ. 6 വർഷമായിട്ട് വെച്ചിരിക്കുന്നു. ഇതേ ലിക്വിഡേറ്റ് ചെയ്യാം, പ്രോഫിറ്റ് ഇരിക്കും. അതിനെ നിങ്ങൾ ബോണ്ടാ ചേഞ്ച് ചെയ്യുന്നത് നല്ലത്. ഓക്കെ സർ. ഈ ചോദ്യം വന്നിട്ട് കോയമ്പത്തൂർ ഈവന്റിൽ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമാണ്. ഫാം ലാൻഡിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാമോ? തലയിൽ ഒരു വെള്ളത്തുണ്ടിനെ ഇടണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ഇന്ത്യയിൽ അഗ്രികൾച്ചർ പ്രോഫിറ്റബിലിറ്റിയോ ഇല്ല. പൈറ്റ എനിക്ക് അറിയാനുള്ള ഒരു ബന്ധക്കാരർ തിരുച്ചിയിൽ റിവർ വാട്ടർ കിട്ടുന്ന സ്ഥലത്തിലാണ് ലാൻഡ് വച്ചിരിക്കുന്നത്. 20 ഫീറ്റിൽ വെള്ളം വരും. 15 ഏക്കർ ഭൂമിയാണ് വച്ചിരിക്കുന്നത്. അവർ കൊണ്ട് വർഷത്തിന് 4 ലക്ഷം രൂപ മാത്രം തന്നെ ടേൺ ചെയ്യാൻ പറ്റുന്നു. ഇത്രയ്ക്കും അവർ 4 മുഴുക്ക കിടന്ന് ജോലി ചെയ്യും. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് പ്രോഫിറ്റബിൾ. സിനിമ നോക്കേണ്ട അഗ്രികൾച്ചർ ഇസ് വെരി റൊമാൻറ്റിക് എന്ന് നിങ്ങൾ ചെയ്തുവെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം കാണത്തില്ല.